ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു യഥാർത്ഥ സംഭവമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഇന്നെനിക്കത് ചെയ്യാനുള്ള പ്രചോദനമായത് നമ്മുടെ ABC മലയാളം എന്ന ചാനലാണ്. ആ സംഭവത്തിലേക്ക് വരുന്നതിന് മുന്നേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദിയിൽ വന്ന ഒരു ന്യൂസ് റിപ്പോർട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു. बलरामपुर में अवैध धर्मांतरण की मास्टरमाइंड पर जो बुलडोजर एक्शन हो रहा है, उधर लखनऊ के लुलू मॉल में एक हिंदू लड़की ने मॉल के मुस्लिम मैनेजर पर आरोप लगाया। आरोप बेहद संगीन, आरोप रेप का लगाया गया, आरोप ब्लैकमेलिंग का लगाया गया और आरोप जबरन धर्मांतरण की धमकी का लगाया गया। हालांकि इस मामले में आरोपी फरहाद जो है उसको गिरफ्तार कर लिया गया है और अब उसके गुनाहों के इतिहास को खंगाला जा रहा है। हिंदू बेटी से फरहाद का लव ट्रैप, लखनऊ में रेप, ब्लैकमेल और धर्मांतरण। यूपी की राजधानी लखनऊ का मशहूर लुलू मॉल, जहां हर वक्त सैकड़ों लोगों का आना जाना रहता है, मगर यहां काम करने वाली एक हिंदू लड़की ने मॉल के मुस्लिम मैनेजर पर ऐसे सनसनीखेज आरोप लगाए कि ये मॉल एक बार फिर विवादों में आ गया है। पीड़ित लड़की ने मॉल के मैनेजर फरहाद के खिलाफ जो FIR दर्ज करवाई है, उसके मुताबिक उसे नशीला ड्रिंक पिलाकर रेप किया गया, मोबाइल पर अश्लील वीडियो बनाया गया, वीडियो वायरल करने की धमकी दी गई, लड़की को ब्लैकमेल कर पैसे ऐंठे गए, धर्म परिवर्तन का दबाव बनाया गया। इसके अलावा पीड़ित लड़की ने आरोपी फरहाद पर मारपीट करने और सिगरेट से दागने का भी इल्जाम लगाया है। यहाँ पर काम करने वाली हिंदू लड़की ने अपने सीनियर मैनेजर फरहाद के ऊपर रेप करने का आरोप लगाया है। आपको बता दें तो लड़की ने बताया है कि कोल्ड ड्रिंक में नशीला पदार्थ मिलाकर फरहाद ने उसके साथ रेप किया, उसके साथ मारपीट की और वीडियो बनाया। मारपीट का मामला 25 जून का बताया जा रहा है, जिससे डरकर पीड़ित लड़की अपने घर चली गई और 7 जुलाई को आरोपी के खिलाफ मामला दर्ज कराया गया। पीड़ित लड़की की शिकायत पर यूपी पुलिस ने लुलू मॉल के मैनेजर को गिरफ्तार कर लिया है और अब इस घिनौनी साजिश रचने वाले फरहाद से पूछताछ की जा रही है, ताकि पता किया जा सके कि कहीं इसने मॉल में काम करने वाली दूसरी हिंदू लड़कियों को भी धर्म परिवर्तन के लिए तो नहीं उकसाया, कहीं उनका भी शोषण तो नहीं किया। पुलिस ने इस पूरे मामले में रेप की धाराओं में, मारपीट की धाराओं में FIR दर्ज कर लिया है और फरहाद को गिरफ्तार करके जेल भेज दिया है। पुलिस धर्मांतरण के एंगल से भी इस पूरी घटना को जांच भी कर रही है। कैमरा पर्सन देसराज के साथ तुषार श्रीवास्तव, जी मीडिया, लखनऊ। 2022 ജൂലൈ 11 യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥാണ് ഉത്തർപ്രദേശിലെ ഈ ലുലു മാൾ ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ് ഏറെ നാൾ കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ലുലു മാളിനെ ചുറ്റിപ്പറ്റി ഒരു വിവാദം ഉണ്ടായിരുന്നു. ഒരു കൂട്ടം ആളുകൾ ലുലു മാളിലെത്തി നിസ്കരിക്കുവാൻ തുടങ്ങി ഒരു സുപ്രഭാതത്തിൽ. അങ്ങനെ അത് തുടങ്ങിയപ്പോൾ അതിനെതിരെ പ്രതിഷേധങ്ങളുണ്ടായി. അതേ തുടർന്ന് അവരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. ഈ ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഫർഹാസ് എന്ന അവിടുത്തെ ഒരു മാനേജർ, ആ മാനേജർ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിക്ക് ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി അവരെ ബോധരഹിതയാക്കിയ ശേഷം ലൈംഗികമായി പീഡിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. അതേ തുടർന്ന് പിന്നീട് നിരന്തരമായിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി, ശാരീരികമായി ചൂഷണം ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ സിഗരറ്റ് നമ്മുടെ സിഗരറ്റ് അതുകൊണ്ട് അവരുടെ ശരീരം മുഴുവൻ കുത്തി പൊള്ളിക്കുവാനും തുടങ്ങി. അതിനെല്ലാം ശേഷം ബ്ലാക്ക്മെയിലിൽ അടുത്ത ഘട്ടമായിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഇവിടെ ജോലിയുള്ളൂ എന്നാണ് അവരോട് ഈ ഫർഹാസ് എന്ന് പറയുന്ന ആൾ പറഞ്ഞത്. അതേ തുടർന്ന് അവർ പോലീസിൽ കേസ് നൽകുകയും ഈ ഫർഹാസ് എന്ന് പറയുന്ന സൂപ്പർവൈസറെ, ലുലുവിലെ ഈ സൂപ്പർവൈസറെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ അയാളെ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴത്തേക്ക് കിട്ടിയത് സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഇയാളുടേത് എന്നാണ് പറയുന്നത്. കാരണം ഇത്തരം മതമൗലികവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഇയാൾ ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് UP പോലീസ് പറയുന്നത്. എന്തായാലും ഇയാളിപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇതേ തുടർന്ന് ഇപ്പോൾ UPയിൽ നല്ല രീതിക്ക് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എൻ്റെ വീടിൻ്റെ ഒരു 4 കിലോമീറ്റർ പരിധിയിൽ ഒരു ലുലു മാളുണ്ട്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുണ്ട്, ഗൾഫ് കൺട്രീസിലുണ്ട്. അവിടെ ഒന്നും നേരിടാത്ത ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ലുലു മാൾ UPയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ഇതിനെ കൃത്യമായി റാഡിക്കലൈസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിലെ ഒരു
മതമൗലികവാദ വിഭാഗങ്ങൾ കൃത്യമായി ഇതിനകത്ത് നുഴഞ്ഞു കയറി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിരുന്നു ആദ്യം നടന്ന ഈ നിസ്കാരം. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു ആരോപണം ഉന്നയിച്ചു വരുന്നത്. എന്തായാലും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും അദ്ദേഹത്തിന് എതിരെ നിയമ നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. എന്തായാലും എനിക്ക് യൂസഫ് അലി സാറിനോട് പറയാനുള്ളത്, താങ്കളുടെ സ്ഥാപനത്തിൽ ജോലിക്കെടുക്കുമ്പോൾ ആളുകളുടെ ബയോഡാറ്റ മാത്രം ചെക്ക് ചെയ്താൽ പോരാ, കൃത്യമായ രീതിയിൽ പോലീസ് ക്ലിയറൻസും കൂടി വാങ്ങിയ ശേഷമേ അവരെയൊക്കെ ജോലിക്ക് എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങേപ്പോലെ ഒരു ബിസിനസ്മാന് ഏറ്റവും വലിയ നാണക്കേടാവും ഇവരൊക്കെ ഉണ്ടാക്കി തരുന്നത്. എന്തായാലും ഇനി എന്തോ ഭാഗ്യം യൂസഫ് അലി സാറിനുണ്ട്. യോഗി ആദിത്യനാഥ് എന്തായാലും ബുൾഡോസർ അയച്ചില്ല. സാധാരണ രീതിയിൽ അവിടെ ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അത് പൊളിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തായാലും അതൊന്നും ഉണ്ടാകാത്തത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം എന്ന് മാത്രം നമുക്ക് പറയാം. കേരളത്തിലും നിരവധി ലുലു മാളുണ്ട്. അവിടെ ഒന്നും ഈ ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ യൂസഫ് അലി സാർ ഇത് അറിഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളിലൊന്നും അറിവ് ഉണ്ടാവണമെന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ കൃത്യമായ രീതിയിൽ ഈ ഒരു ലുലു ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് താങ്കളൊന്ന് മനസ്സിലാക്കുക. എന്നാലും കേരളത്തിലെ വാർത്താമാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാതിരുന്ന കാരണമാണ് ഞാൻ ഇത് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ABC മലയാളത്തിന് നന്ദിയുണ്ട്. അവരാണ് ഇത് ഒന്ന് ചെയ്തത്. മറ്റ് യൂട്യൂബേഴ്സിൽ 1-2 പേര് ചെയ്ത് കണ്ടു. പക്ഷേ അതെടുത്ത് വെച്ച് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വേറെ പല ചാപ്പുകളും കുത്തിത്തരും. പിന്നെ അതിൻ്റെ പേരിൽ എനിക്ക് നാണം കെടാൻ വയ്യാണ്ടായിരുന്നു. ABC മലയാളത്തിന് നന്ദി.